ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചില ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലും പല ആൾക്കാരും ഇപ്പോൾ ക്രിസംഖികളായിട്ടുള്ള ആൾക്കാർ, ഇവർ ക്രിസ്ത്യാനികളൊക്കെ ഇപ്പോൾ ഒരുപാട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അള്ളാഹു എന്ന് വെച്ചാൽ അവർ യഹോവ എന്നാണ് ദൈവത്തെ പറയുന്നത്. പക്ഷെ എൻ്റെ വീക്ഷണത്തിൽ യഹോവ എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാലും ഒരു സർവശക്തനായ ദൈവം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി അവർ എത്ര അങ്ങനെ പറഞ്ഞാലും അതാണ് സത്യം. ഇത് നല്ലവരായ ക്രൈസ്തവ സുഹൃത്തുക്കളും അറിയേണ്ടതാണ്, എല്ലാവരും അറിയേണ്ടതാണ്. യഥാർത്ഥത്തിൽ നാം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതാണ്. ഇപ്പോൾ നമുക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ, നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അല്ലാതെ ആർക്കും നമുക്കൊരു ഉപകാരമോ ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇപ്പോൾ മുസ്ലിങ്ങളായിരിക്കുന്ന നമ്മൾ ഇപ്പോൾ 5 വക്ത് നമസ്കരിക്കുന്നു. അതിപ്പോൾ എല്ലാവരും നിർവഹിക്കുന്നു. ഒരു കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് 5 വക്ത് നിസ്കരിക്കുന്നു. അതിപ്പോൾ ഒരു ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന ഒരു സർവശക്തനായ അള്ളാഹുവിനെ മാത്രമാണ് നാം സമർപ്പിക്കുന്നത്. ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൂടെ? പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള വെറുതെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് നാം സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ അതുപോലെ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രവാചകന്മാർ, എത്രയോ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. 1,24,000 പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് എല്ലാവരെയും നിയോഗിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചത് തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അവരുടെ പേര് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇബ്രാഹിം, അബ്രഹാം അലൈഹിസ്സലാം, അതുപോലെ മൂസാ നബി, മോശെ പ്രവാചകൻ, അതുപോലെ യേശു ക്രിസ്തു, ഈസാ നബി അലൈഹിസ്സലാം, അതുപോലെ യാക്കൂബ് നബി, യൂസുഫ്, ജോസഫ്, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ, ഇദ്രീസ് നബി, യൂശവ് നബി, അല്യസ നബി, അതുപോലെ സക്കരിയ യഹ്യാ നബി, യോഹന്നാൻ, അങ്ങനെ പ്രവാചകന്മാർ നോക്കി എത്ര സിമിലാരിറ്റി ഉണ്ട്. ഈ സിമിലാരിറ്റിയൊക്കെ കണ്ടുകൊണ്ടും അതല്ല ഇതല്ല അങ്ങനെ പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് യഥാർത്ഥ ഇതന്നെയാണെന്ന്? യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത്. എത്ര സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ അള്ളാഹു എന്ന പദം, അത് അറബിയിലുള്ള പദമാണ്. അപ്പോൾ അത് യേശു ക്രിസ്തു സംസാരിച്ച അരാമ ഭാഷയിലാണെങ്കിൽ ആലാഹ എന്ന് പറയും. പിന്നെ മോശെ പ്രവാചകൻ പറഞ്ഞ ഹീബ്രുവിലാണെങ്കിൽ എലോഹൈ എന്ന് പറയും. എത്ര സിമിലാരിറ്റി ഉണ്ട്. അത് നമുക്കറിയാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ എത്ര നമുക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇത് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എത്ര സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാം സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോകാം. നമ്മളൊക്കെ ഏകദൈവ വിശ്വാസികളാണ്. അപ്പോൾ നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവേണ്ടത് ഇപ്പോഴത്തെ ഒരു ബാധ്യത തന്നെയാണ്. യഥാർത്ഥ സത്യത്തിലേക്ക് നാം എപ്പോഴും മുന്നിട്ടിറങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് എപ്പോഴും നാം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകണം, നല്ല സൗഹാർദ്ദത്തിൽ. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദൈവ വിശ്വാസത്തിലൂടെ അടിയുറച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കേണ്ടതാണ്. കാണപ്പെടുന്ന എല്ലാം സൃഷ്ടിജാലങ്ങളാണ്. സൃഷ്ടാവിനെ നാം ആരും കണ്ടിട്ടില്ല. അള്ളാഹു തആല യഹോവ എന്ന് പറയുന്ന, എലോഹി എന്ന് പറയുന്ന ആ സർവശക്തനായ ദൈവത്തെ നാം ആരും കണ്ടിട്ടില്ല. കാരണം അവൻ എല്ലാവരെയും കാണുന്നു, അവൻ്റെ ദൃഷ്ടിയിൽ നിന്നൊന്നും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ നാം ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. എത്രയോ നല്ല അറിവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പകർന്നു തന്നത്. എത്രയോ നല്ല അറിവ്, വളരെ വളരെ നല്ല അറിവാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഞാൻ അപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നന്ദിയുണ്ട് സുഹൃത്തുക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.